സോ പതിവ് പോലെ നമ്മൾ എല്ലാവരും എക്സൈറ്റ്മെന്റോടുകൂടി കാത്തിരിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് സിറ്റിസൺ ജേർണലിസം. അപ്പൊ പാർവ ചേച്ചിയും ഞാൻ വെൽക്കം ചെയ്യാണ് ഈ സെഗ്മെന്റിലേക്ക്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം ദിവ്യശ്രീ. സൂപ്പർ അമ്മയും മകളും. അമ്മയും മകളും കോൺടെസ്റ്റിലെ സിറ്റിസൺ ജേർണലിസം സെഗ്മെന്റിൽ അടുത്തതായിട്ട് ദിവ്യശ്രീയാണ്, രുദ്രലക്ഷ്മിയുടെ അമ്മ അല്ലേ, കോഴിക്കോടുകാരിയാണ്. അതെ മാം. നമ്മൾ ഇന്ന് എന്ത് വിഷയമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് നോക്കാം. എന്തെല്ലാം വിഷയങ്ങളാണ് കൺസിഡർ ചെയ്തത്, ഏതിലേക്കാണ് എത്തിച്ചേർന്നത്? ഞാൻ മാം ആക്ച്വലി ഒരു തീരദേശ പ്രദേശത്ത് നമ്മൾ ഹാർബറിൻ്റെ ഒരു പ്രശ്നമായിരുന്നു ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മഴയൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ എനിക്ക് അതൊന്ന് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു. പിന്നെ ആദ്യം ഈ ഒരു സബ്ജക്റ്റ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ സബ്ജക്റ്റ് ഇങ്ങനെ നോക്കി അതിനകത്തുനിന്ന് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. കാരണം ഒത്തിരി കാര്യങ്ങൾ വരുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓരോരാളോട് ചോദിക്കുമ്പം അവർ ഓരോരോ സബ്ജക്റ്റ് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ആ സബ്ജക്റ്റിലോട്ട് ഇങ്ങനെ കയറുമ്പം പിന്നെ അത് രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകണ്ട, അത് പ്രശ്നമാവുമെന്ന് പലരും പറയും. അപ്പം നമ്മളത് മാറ്റി വെച്ച് വേറെ സബ്ജക്റ്റിലോട്ട് എടുക്കും. അപ്പം എവിടെയും പ്രശ്നമില്ലാത്ത ഒരു സബ്ജക്റ്റ് എടുക്കാം എന്ന് തീരുമാനിച്ചിട്ടാണ് ഇപ്പം ഈ ഒരു കോളനിയിലെ ഒരു പ്രശ്നം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ടാണ് ഈ വിഷയത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇതാണ് നേരത്തെ ശ്വാസികടുത്ത് പറയുന്നത്. പത്രം വായിക്കാറില്ല? പത്രം തീരെ വായിക്കാറില്ല എന്നല്ല, വായിക്കും. പക്ഷെങ്കിൽ എന്നാലും അതിന് ചുമ്മാ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് എല്ലാ ഹെഡിങ് ഒന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കും, അത്രേ ഉള്ളൂ. സത്യത്തിൽ നമ്മുടെ ഈ ഒരു പരിപാടിയിൽ രാഷ്ട്രീയവും ഒന്നും ഒരു വിഷയമാവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരു കാര്യം കണ്ടിട്ട് അത് നിങ്ങളെ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ കണ്ണിന് ശരിയെന്ന് തോന്നുന്ന, നാടിനെ ബാധിക്കുന്നതെന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പറയാൻ ആരെയാണ് പേടിക്കേണ്ടിയിരുന്നത്? ആരുടെ ഉപദേശം കേട്ടു? എനിക്കത് മനസ്സിലാവുന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് എന്താണ് ദിവ്യ ചെയ്തതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ദിവ്യശ്രീയുടെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഞാനിപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലെ 49-ാം വാർഡ് രാജീവ് നഗർ കോളനിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ ആശ്വാസത്തിന്റെ, അഭയത്തിന്റെ ഒരു മേൽക്കൂരയാണ്. പക്ഷെ ഈ കോളനി നിവാസികളുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇവരുടെ വീടുകളുടെ മേൽക്കൂരയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വീഴാനായ ഒരു അവസ്ഥയിലാണ്. നമുക്ക് ഈ കോളനി നിവാസികളോട് തന്നെ ചോദിച്ചറിയാം അവരുടെ വിഷമങ്ങൾ എന്തൊക്കെയാണ് എന്ന്. നമ്മളിവിടെ കാലങ്ങളായിട്ട് താമസിക്കുകയാണ്. 10-27 കൊല്ലമായി രാജീവ് രക്ഷാ പദ്ധതിയിലെ കോളനിയാണിത്. ഇത് ചെറുങ്ങനെ ഒരു വാർപ്പാട് ഇപ്പോൾ എല്ലാം പൊളിഞ്ഞ് നാശമായിട്ട് ചോർച്ചയാണ്. വെള്ളത്തിലാണ് ഞങ്ങൾ കിടന്നിരിക്കുന്നത്. അടുക്കളയിൽ വരെ വെള്ളമായിട്ട് വെച്ചുണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു തന്ന അത്രയും വലിയ ഉപകാരം. കുട്ടികളെ ഒന്നും വെച്ചിട്ട് കിടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത്. 10 കൊല്ലത്തിലെ മഴയെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ ഈ കാറ്റടിച്ചിട്ടാക്കിയിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് വീണിട്ട് എപ്പോഴാ അതിനോടൊന്ന് ഞങ്ങൾ ആരെങ്കിലും ഒരാൾ ഈ കോളനിയിൽ നിന്ന് മരിക്കാന്നുള്ളത് അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. നമുക്ക് എന്താ കിടക്കാനൊന്നും കഴിയില്ല. ചോർന്ന് ഒലിച്ചിട്ട് അകത്തൊക്കെ ചോർന്ന് ഒലിക്കുന്നുണ്ട്. ആണല്ലേ? മൊത്തം വെള്ളത്തിലായിരിക്കും മഴയുള്ള സമയത്തൊക്കെ. ബുക്കൊക്കെ നനഞ്ഞിരിക്കുന്നുണ്ട്. ഇതിനു മുമ്പേ ഈ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ച് പലരും വന്നിട്ടുണ്ടായിരുന്നോ? ഇവിടെ പലരും പല വാഗ്ദാനങ്ങൾ തന്നിട്ട് പോയിട്ടുള്ളൂ. ഒരു വാഗ്ദാനം ഇതുവരെ പാലിച്ചിട്ടില്ല. ഞങ്ങൾ ഇവിടെ ചോർന്നൊലിച്ച് കിടക്കുകയാണ്. എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഇതുവരെ പല സ്ഥലത്തും ഞങ്ങൾ പോയിട്ടുണ്ട്. ഇതുവരെ ഒരു കാര്യം കിട്ടിയില്ല. ഒരു ഷീറ്റെങ്കിലും മേടിച്ചാൽ ആർക്കും താല്പര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് വരുമാനം ഉള്ളതിനകത്തുനിന്ന് മാറ്റി വെച്ചിട്ട് 3 ദിവസം പണി ഉണ്ടാവും, പിന്നെ ചിലപ്പോൾ 3 ദിവസം പണി ഉണ്ടാവില്ല. എല്ലാവരും കൂലിപ്പണിക്കാരാണ്. കൂലിപ്പണിക്കാരെ ഇപ്പൊ ബാങ്കിൽ അടവ് ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവർക്കും. ഞങ്ങളിപ്പോ കുറെ അദാലത്തിന് വിളിച്ച് ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ട്. ഒന്നും ഇതുവരെ വന്നില്ല. ഇപ്പൊ ലൈഫിൽ പദ്ധതിയിൽ ഉൾക്കൊള്ളിക്കാൻ തുടങ്ങി. അത് ഏത് കാലത്താ വരികയെന്നോ എന്താണെന്നൊന്നും അറിയില്ല. നമ്മുടെ വീട്ടിലെ ചെറിയ വാവ വരെ ഉണ്ട്. പോകാത്ത അദാലത്തുകളില്ല, കയറി ഇറങ്ങാത്ത പടികളില്ല. ഈ വർഷമെങ്കിലും ഞങ്ങൾക്കൊരു സഹായം വേണമെന്ന് പറഞ്ഞിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഈ മഴയെങ്കിലും ഞങ്ങൾക്ക് കഴിച്ചിലാവണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നടന്നത്. അവിടെ വരെ വീണ് 2 ദിവസം കറണ്ട് ഇല്ല. അപ്പൊ ഇങ്ങനത്തെ ഈ വീടുകളിലൊക്കെ കറണ്ട് ഇല്ലാതെ ഇരിക്കാനൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങള് കാറ്റും മഴയൊക്കെ ഉണ്ടാവുമ്പോൾ വാതിലൊക്കെ തുറന്നു വെച്ച് പുറത്തേക്ക് ഓടാനുള്ള ശ്രമത്തിലാണ് നിൽക്കുന്നത്. അല്ലാണ്ട് എന്താ ചെയ്യാ? കടലിനല്ല പേടി, വീടിനെയാണ്. എന്റെ വീടിന്റേതോ മാത്രമല്ല എല്ലാവരും വീടിനും. ഇവരുടെ വീടുകൾ ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ ശൗചാലയമൊക്കെ ഇതിലും മോശമായ ഒരു അവസ്ഥയിലാണ് ശൗചാലയമൊക്കെ ഇരിക്കുന്നത്. കിടന്നുറങ്ങുമ്പോൾ തലയിലേക്ക് വീണ് വെള്ളം കഷ്ണം അടിഞ്ഞ് വീണ് ഇതൊക്കെ തന്നെയാണ്. സിമെന്റും എന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾക്ക് കാട്ടി തരണം. എല്ലാം തന്നെ ഞങ്ങളെ അവസ്ഥകൾ ഇതാണ്. അടിയിലാവണം മട്ടുണ്ട്.
നല്ലൊരു കാറ്റടിച്ച വീട് പൊട്ടിപ്പൊളിഞ്ഞ് വീഴുകയാണ്. നല്ലൊരു മഴ പെയ്ത വീട് മുഴുവൻ ചോർന്നൊലിച്ച് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ കോളനിയിലെ 50 വീടുകളുടെയും അവസ്ഥ. അതുപോലെ ഓരോ വീടുകളിലുമുള്ള കക്കൂസും കുളിമുറിയും എല്ലാം തന്നെ വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത്. കൂലിപ്പണിക്കാരായ കോളനി നിവാസികൾക്ക് ദൈനംദിന ചിലവുകൾക്ക് മാത്രമേ അവരുടെ വേതനം തികയുന്നുള്ളൂ. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഇവിടെയുള്ള ഓരോ കുടുംബവും. വീടുകളെ സംരക്ഷിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് സുരക്ഷിതമല്ലാത്തതിനാൽ വീടുകൾ പുതുക്കി പണിയുക എന്നത് മാത്രമാണ് ഇവിടെ കാണുന്ന ഏക പോംവഴി. പക്ഷെ അവരുടെ വേതനം കൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായതിനാൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു സഹായം, ധനസഹായം ലഭിക്കുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഇവിടെയുള്ള ജനങ്ങൾ. ന്യൂസിനൊപ്പം ദിവ്യശ്രീ. ഇത് കടൽ തീരത്താണോ? യെസ്. അത് വ്യക്തമായിട്ട് പറഞ്ഞില്ല. അവരുടെ ഒരു ആൻസറിനകത്തൊന്നും നമ്മൾ ഊഹിച്ചെടുക്കേണ്ട അവസ്ഥ. ഞാനായിട്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നെ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടലിനെ എല്ലാ പേടി. അത് പറഞ്ഞു. അതിനാണ് ഞാൻ ചോദിച്ചത് കടൽ തീരത്താണോ. രണ്ടാമത്തെ, ഇത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നതാണ്? ഇത് 27 വർഷങ്ങൾക്ക് മുമ്പേ ഗവൺമെന്റ് തന്നെ എല്ലാവർക്കും 2.5 സെന്റില് ഒരു ഡിപ്പാർട്ട്മെന്റ്? ഹാർബർ ആണോ അതോ മത്സ്യത്തൊഴിലാളികളുടെ അവിടുത്തെ മിനിസ്റ്റർ ആണോ? എവിടുത്തെ ആരാണ് ഇതിന് ഒരു ഇതുണ്ടാവില്ല? ഫിഷറീസ് വകുപ്പാണ് ഇത് ചെയ്തു കൊടുത്തത്. ഫിഷറീസ് വകുപ്പ്, അതാ ഞാൻ ചോദിച്ചത്. അതെ. അപ്പൊ ഫിഷറീസ് വകുപ്പിലെ ആൾക്കാരോട് ഇത് ബന്ധപ്പെട്ടോ നിങ്ങൾ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 27 വർഷങ്ങൾക്ക് മുമ്പേ ഗവൺമെന്റ് ആണ് ഇത് ചെയ്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് ഭവനങ്ങൾ ഇനിയും വീടില്ലാത്ത ഒത്തിരി ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവരുടെ വീടുകളൊന്നും നമ്മൾ ഇതുവരെ ചെയ്തു കൊടുത്തിട്ടില്ല. ഇനിയും ഒരുപാട്. പറഞ്ഞതാണ് അത് അവിടെ അവിടെയുള്ള മേയറല്ല, ആ ഒരു സ്ഥലത്തെ അവരുടെ പേര് മറന്നുപോയി. അവരുടെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ അവര് പറഞ്ഞൊരു കാര്യമാണിത്. ആര് പോയി ചോദിച്ചപ്പോ ആര് പറഞ്ഞു ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മളൊരു ഷോ ചെയ്തതല്ല. ദിസ് ഇസ് സിറ്റിസൺ ജേർണലിസം, റൈറ്റ്? നമ്മൾ ഒരാളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അയാളുടെ പേര് സ്ക്രോളിൽ എഴുതി കാണിച്ച് അയാളുടെ വായിന്ന് വരുമ്പോഴാണ് ഇതിന്റെ ആധികാരികത വരുന്നത്. 27 വർഷം മുമ്പ് ഞങ്ങൾക്ക് വെച്ച വീടാണ്, ഇത് മുഴുവൻ ചോർന്ന് പിടിക്കുകയാണ്, ഞങ്ങൾക്ക് ചെയ്തു തരണം. ആരാണ് വീട് വെച്ച് തരണം എന്ന് എല്ലാവരും പറയുമല്ലോ. ഈ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ധാരാളം കോളനികളുള്ള ഒരുപാട് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. കടലെടുത്ത് കൊണ്ടുപോകുന്ന സ്ഥലമാണ്. എത്രയോ പേരുടെ വീട് നശിച്ചു പോകും. ഇവിടെ ചില്ലാനത്തും എല്ലായിടവും നമ്മൾ ചെല്ലാനത്ത് പോയി നോക്കിയാലും എവിടെയാണെങ്കിലും വെള്ളം വരുമ്പോൾ മുഴുവൻ പേരുടെയും വീട് പോകുന്ന അങ്ങനത്തെ ഒരു സാഹചര്യമുള്ള ഒരു നാടാണ് കേരളം. 27 വർഷമായിട്ട് ആ വീടൊക്കെ അവിടെ തന്നെ ഉണ്ട്. അവിടെ പക്ഷേ അങ്ങനെ കടലിന്റെ ഒരു പ്രശ്നങ്ങളും അവർക്കില്ല, വന്നിട്ടില്ല. അപ്പൊ ചോർച്ച സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള. അപ്പൊ അതൊരു സിറ്റുവേഷൻ ആയിട്ട് എടുക്കുമ്പോൾ ഇത് ആർക്കാണ് ഇതിന്റെ പരാതി കൊടുത്തിട്ടുണ്ടോ, അതിന്റെ ഫോളോ അപ്പ് എത്രയായി, എന്താണ് അതിന്റെ സിറ്റുവേഷൻ എന്ന് ഒരു അധികാരിയിൽ നിന്നും ചോദിക്കാമായിരുന്നു ദേവിക്ക്. അവര് പറഞ്ഞത് മാത്രം ഞാൻ കേട്ടു എന്നല്ലാതെ ഞാൻ ഓരോ അധികാരികളുടെ അടുത്തും പോയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒരു കുറവായിട്ട് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇതിനകത്ത് ഞാൻ പറയുന്നത് തെറ്റുണ്ടോ? ഇല്ല മാം, ഒരിക്കലല്ല. അപ്പൊ അതെനിക്കൊരു കുറവായിട്ട് തോന്നി. ബിക്കോസ് ഇത് ഭയങ്കര ഒരു സൂപ്പർഫിഷ്യലാണ്. ഇതിനൊരു ആഴമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു ആഴമില്ല. ആർക്കും പറയാലോ, ഇപ്പോ കോളനിയിൽ പോയിട്ട് ഇവിടത്തെ ശുചിമുറിക്കൊന്നും വൃത്തിഹീനമാണ് എന്ന് പറയുമ്പോൾ അതവിടെ ഉപയോഗിക്കുന്നവരുടെ പ്രശ്നം കൂടെ ആണല്ലോ താമസിക്കുന്നത്. ഇപ്പൊ വെള്ളമില്ലാത്തതാണോ അവിടുത്തെ പ്രശ്നം? എന്തുകൊണ്ടാണ് അത് വൃത്തിഹീനമായിട്ട് ഇരിക്കുന്നത്? ഇപ്പൊ കൂലിപ്പണിക്കാരായെന്ന് പറഞ്ഞിട്ട് അവിടെ വൃത്തിഹീനമാവേണ്ട കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ഒരു വീടിനകത്തോട്ട് കാണിച്ചൊരു പ്രൈവസിയിൽ കാണിക്കുമ്പോൾ അതിൻ്റെ കൂര വെള്ളം ചോരുന്നു ഒക്കെ ന്യായം തന്നെയാണ്, കാണിക്കേണ്ടതെന്നല്ല. പക്ഷെ എന്താണ് പേപ്പർ വർക്ക് എവിടം വരെ എത്തി, എത്രമാത്രം പ്രൊസീഡ് ചെയ്തിട്ടുണ്ട്, ഒരു പേപ്പർ പോലും ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് ഇതിനകത്ത് സംശയം. അല്ല, അവര് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് അവർ ഒരുപാട് അദാലത്തുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെങ്കിൽ ഒന്നും എവിടെയും ഫോളോ അപ്പ് ആയില്ല. അതാണ് ഞാൻ പറയുന്നത്. അവരെവിടെ കൊടുത്തു എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ കൃത്യമായി വേണം. ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ ചോദിച്ചപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് കറക്റ്റ് ആയിട്ട്, ചിലപ്പോൾ ഫിഷറീസ് തന്നെയാണോ കൊടുക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ നമ്മൾ എവിടെയാണ് കൊടുത്തേക്കുന്നത്, ആ പേപ്പർ ഇപ്പോൾ ആരുടെ ടേബിളിലാണ് ഇരിക്കുന്നത്, എന്താണ് തടസ്സം, എവിടെയാണ് ഗവൺമെന്റ് ഇതിനകത്ത് സ്റ്റാൻഡ് എടുക്കുന്നത് എന്നും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ മോർ റെലവെന്റ്. അത്രേ ഉള്ളൂ. നല്ലതാണ്, നല്ലൊരു ആലോചനയാണ്. തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ കോഴിക്കോടൊക്കെ ധാരാളം മനുഷ്യസ്നേഹികളായിട്ടുള്ള ആൾക്കാർ, അവിടെയൊക്കെ നടക്കാവിലൊക്കെ സ്കൂളൊക്കെ എടുത്തിട്ട് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലൊക്കെ കൊണ്ടുവന്ന അത്രയും മനസാക്ഷിയുള്ള ആൾക്കാരാണ് കോഴിക്കോട്.
തീർച്ചയായിട്ടും ഈ ഒരു പ്രദേശത്തേക്ക് ഒരു ശ്രദ്ധ ഉണ്ടാവണം. എന്താണ് സ്ഥലത്തിന്? മാറാട് രാജീവ് നഗർ കോളനി. അതിനൊരു ശ്രദ്ധ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു സ്റ്റോറി ചെയ്യുമ്പോൾ അതിന്റെ ഒരു പൂർണ്ണത ഇതിന് വന്നിട്ടില്ല. അപ്പൊ ഞാനൊരു ഹിഡൻ മാർക്ക് കൊടുക്കട്ടെ? ഓക്കെ മാം.